നമ്മള് ഇന്നത്തെ യാത്ര എവിടെയാണ്? നമ്മള് ഇല്ലാതെ പോവാണ്. അദ്ദേഹം നാട്ടിലേക്ക് യാത്രയാവുകയാണ്. എനിക്ക് പോണേന് സന്തോഷത്തിലാണ് മൂപ്പര്. അതെ, ഞങ്ങള് മൂപ്പര് ഒഴിവാക്കിയിട്ട് ട്രിപ്പ് അടിക്കാന്നുള്ള പൊലിവിലാണ് ഞങ്ങള്. അതെ, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മൂപ്പര് ഒഴിവാക്കിയിട്ടാണ് ഒരാളെ ഫ്രണ്ട് കെട്ടിയിട്ട് ഇവിടെ മൂന്നാൾക്ക് സുഖമായിട്ടിരിക്കാന്. നിങ്ങൾ രണ്ടു വാക്ക് പറയൂ. മൊഴിയൂ. നാട്ടിൽ പോണേന്റെ ഒരു എക്സൈറ്റ്മെന്റ്. 2 4 എത്ര വാക്കുകളുടെ ഞങ്ങളൊരു 4 പറയും, കുഴപ്പമില്ല. നല്ല വാക്ക്. മാനസികമായ കല്യാണം കഴിക്കാത്ത ഞങ്ങളെ പോലെ ചെറുപ്പക്കാരെ മാനസികമായിട്ട് തകർക്കാനുള്ള ഒരു ഊക്കായിരുന്നു അത്. അത് ശരിയാണ്. ഫ്രണ്ടിലുള്ള 2 എണ്ണം പെണ്ണെട്ടി കുട്ടികളുമായി. പേര് ഉദ്ദേശിച്ചു ഞങ്ങളുടെ 4 പേരെ എന്താ അതിന് പറയാ? എടാ അങ്ങനെയല്ലടാ, ബാച്ചിലേഴ്സ്. എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ചിട്ട്? 2 വാക്ക് പറയാതെ. ഇത് ഒരു വലിയൊരു ഇതാണ്. ഇതിന്റെ എല്ലാ ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇതാണ്. ഞാനേ എന്റെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ചിട്ട് എന്റെ അഭിപ്രായങ്ങൾ പറയാം. അതെ, പോരട്ടെ. ഒരു കുഴപ്പമില്ല. നിങ്ങൾ കാറിൽ പോലെ കുഴപ്പമില്ല. വീഡിയോ ഇറങ്ങുമ്പോ എന്തായിരിക്കും? അതെ, ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിനു വേണ്ടി ചോദിക്കാണ്. എല്ലാരും പെണ്ണിട്ടോ സന്തോഷം മാത്രം പോലെ. ഊണാക്കട മണ്ട. ഈ മ്യൂസിക്കൽ റോഡിൽ വരുന്നത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? നീയാലെ സയന് വണ്ടിക്ക് എന്താ പറ്റി, വണ്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു പേടിയിലാണ് സയ ഇരിക്കുന്നത്. അത് ഇന്റർനാഷണൽ എയർപോർട്ട്, ഫുജീറ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഈ കാണുന്നത്. ഇത് ശരിക്കും കണ്ണൂർ ബസ് സ്റ്റാൻഡിനോട് സംഭവമാണ്. അത്രയൊക്കെ ഉള്ളൂ. ഞാൻ അവരുടെ അടുത്തോട്ട് പോവുകയാണ് വണ്ടി എടുക്കാൻ. നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ആവേശം മൂത്തിട്ട് പെട്ടി സ്വന്തം ഞങ്ങൾ എടുത്തേക്കൂലേ? അതെ, അമലിനാണല്ലോ നാട്ടിൽ പോകാൻ ഏറ്റവും കൂടുതൽ ഉന്മേഷം. അല്ല, ഓ നാട്ടിൽ പറഞ്ഞയക്കാനാണ്. ഫോണില്ലല്ലോ, സ്റ്റാറ്റസ് എങ്കിലും എടുത്തേന്ന്. ഓക്കെ, ട്രിപ്പ് ഫുള്ള് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അമലാണ്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് അമൽ എടുക്കാന്നാണ് പറഞ്ഞത് അല്ലേ? ഫുഡ് ഓൾസോ ഫുൾ ചെലവ് അമലിന്റെ ആകാം. അത്ര മതിയോ? റിസോർട്ടിൽ 2 ദിവസം താമസം കൂടി ആക്കിയാലോ? നല്ല മനസ്സിന് എല്ലാവരും കൈയടിച്ച് പോകാൻ. ആദ്യം ഫുഡ് വേണോ റിസോർട്ട് വേണോ? പറ ഫുഡ് വേണോ റിസോർട്ട് ആക്കണോ? റിസോർട്ട് ഫുഡ് റിസോർട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടെന്ന്. റിസോർട്ടാണിത്. അതെ, ഫുജീറ ഹോട്ടലാണ് റിസോർട്ട്. എന്റെ മോനെ, അമ്പർ ചുംബികളായ കെട്ടിടങ്ങൾ കണ്ട് മതിമറന്നിരിക്കുകയാണ് നമ്മുടെ അമല്. വളരെ എക്സൈറ്റഡ് ആണ്. അതെ, ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് കോർഫക്കാൻ. നല്ലേ കുടിച്ച് തിമിർത്ത്. നൈസ് ഏരിയ. ഒരു പച്ചപ്പ്. യെസ്, ചൂടും കൂടി ഇല്ലെങ്കിൽ സെറ്റ് ചെയ്യണേ.
ചൂടും കൂടി ഇല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്നു. അപ്പൊ ഞങ്ങള് ഗോർഫക്കാൻ ബീച്ചിൽ വന്നിരിക്കുകയാണ്. തണുപ്പായിട്ടില്ലടാ, തണുപ്പ് ആവണല്ലേ ഉള്ളൂ. നൈസ് ഏരിയ അല്ലേ. ഇവിടെ ചൂടില്ലടാ, ചൂടില്ല ഇവിടെ, ചൂടില്ലല്ലേ എന്റെ വീട്ടിക്ക്. വെയില് പോയപ്പോ മരത്തിന് ചൂട്ടിലോട്ട് അതെ ആ ഒരു ഫീല്. ചിലര് ജേഴ്സി ഒക്കെ ഇട്ടിട്ട് മുതലാക്കാൻ പോന്നിട്ടുണ്ട്. അത് മുതലാക്കാണ്. ഗോർഫക്കാൻ പോകുന്നത് മുതലാക്കി. ഗോർഫക്കാൻ പോന്നിട്ട് അതിന്റെ മുകളിൽ കയറാൻ പറ്റില്ല. കളിച്ചാൻ പോയപ്പോ അതെ അല്ലടാ, എനിക്ക് ഡൗട്ട്, ഇജ്ജ് കുളിച്ചില്ലേ? ബീച്ച് ഉണ്ടോ അവിടെ? പോയി ഇറങ്ങി കുളിച്ചോ? ഇന്നലത്തെ മെയിൻ ബാക്ക് പെനായിരുന്നു എന്നാണ് പറയണത്. ഇന്നലത്തെ കളിയില് ബെന്നെ അവിടെ കിടക്ക്. ഇവന്റെ കൂട്ടത്തില് ആര് കളിക്കാൻ പോയോ ഓൽക്കൊക്കെ ശരീരത്തിന് പരിക്കാണ്. ജയ ഇന്നലെ കുളിച്ചിട്ടില്ല, ജയന് കുളിച്ചിട്ടില്ല പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങള് ഗോർഫക്കാൻ ബീച്ച് വരെ പോന്നു ദുബായിന്ന് കുളിക്കാൻ വേണ്ടിട്ട്, ജയന് കുളിക്കാൻ വേണ്ടിട്ട്. ബോട്ട് സർവീസിന് പോയാലോ? കടപ്പറിച്ചോ? കടപ്പറിച്ചോ? കല്ലിന് പോവാനാ? ഷാർക്കല്ലിന് പോവാന്? എന്ത് പിന്നെ ഡിസ്റ്റൻസ് കിतना മലയാളിയാ? നമ്മള് ഉദ്ദേശിച്ച വെള്ളച്ചാട്ടം ആ കാണാണ്. അല്ല, കുറച്ചും കൂടെ പോയിട്ട് അവിടെ വെള്ളച്ചാട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പോയേക്കാം. ബീച്ചിന്റെ അവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാല് നേരെ ലെഫ്റ്റ് സൈഡിൽ കാണാണ്. അതെ, ഒരു തെണ്ടിയുടെ ആവശ്യമില്ല നമുക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ. നേരെ പോരുക, യൂട്ടേൺ അടിക്കുക, പാർക്കിംഗ് കിട്ടുമെന്ന് മാത്രം നോക്കിയാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. ദിസ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ. മലയാളത്തിൽ ഇനി പറഞ്ഞാൽ മതി. കൂടുതൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇംഗ്ലീഷും മണ്ണങ്ങാട്ടൊന്നും വേണ്ടെന്നാണ് ഇവിടുന്ന് പറയണത്. ഇവിടെ പാർക്കിംഗ് കിട്ടി. ഇതാണ് ഗോർഫക്കാൻ വാട്ടർഫോൾസ്. ആക്ച്വലി ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തിട്ടുള്ള വാട്ടർഫോൾസ് ആണ്. ഇത് നമ്മുടെ ഗോർഫക്കാൻ ബീച്ചിന്റെ അവിടെ നിന്ന് വരുമ്പോൾ കുറച്ച് മുന്നോട്ട് വന്നാൽ മതി. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് തന്നെ നമുക്ക് ഗോർഫക്കാൻ ബീച്ച് കാണാം. അതിന് കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡാണ് ഇത് വരുന്നത്. എല്ലാവരും വീഡിയോ എടുക്കണമായിരിക്കില്ല. അനക്ക് ഇപ്രാവശ്യം വന്നില്ലെങ്കിൽ വളരെ നഷ്ടമായി ഉണ്ടാവുന്നല്ലേ? നഷ്ടമാവൂലേ? വിളിച്ച് വന്നതുകൊണ്ട് എനിക്ക് മുതലായി. അതെ, അവിടെ അടുത്ത് ഫോട്ടോക്ക് പോസ്റ്റൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ജയാനിവിടെ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. ജയൻ എന്റെ ചെലവല്ലേ? അനക്ക് വിശക്കണ്ട പറഞ്ഞിട്ട് ഞങ്ങള് നിർത്തിക്കണം കേട്ടോ. അപ്പൊ എന്റെ ചെലവ് അപ്പൊ ഉള്ളല്ലേ. നമുക്ക് വേണ്ടി 32 രൂപക്ക് ചായ സ്പോൺസർ ചെയ്ത അമലിന് എല്ലാവിധ ആയുർവേദ സൗകര്യങ്ങളും നൽകട്ടെ എന്ന് ഞങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങനാണെങ്കിലേ ഞാൻ കൊടുത്തേന്, ഞാൻ ഡിന്നർ 30 നോക്കൂലേ. ഞാൻ തരാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ തരും. ഞങ്ങൾ തിന്നു. നീ കൊടുത്താ മതി, നീ തരണ്ട. മ്യൂസിക് റോഡ് സെറ്റ് അല്ലേ? മ്യൂസിക് റോഡ് സെറ്റ് ഒരു രക്ഷയില്ല. കുറവാണല്ലോ. ഇത് കഴിഞ്ഞ ചെറുതാണല്ലോ. അടുത്ത റൗണ്ടില്
നമ്പർ 3 എത്തിയിട്ടുണ്ട്. ഇത് ചെറിയ ടൗണ്ടാവാൻ ചാൻസ്. 4ാമത്തെ ടൗണില് ഗോർഫഖാൻ ചെറുതാ, അവിടെ തന്നെ വെളിച്ചം കാണുന്നുണ്ട്. ലൈറ്റിംഗ് വരുമ്പോ നല്ല രസമുണ്ട് അല്ലേ? ഷീസ് പാർക്ക്, നമ്മളാ വഴി കൂടാണ് വന്നത്. ഞങ്ങൾ ഷീസ് പാർക്കിലെത്തി. ഇപ്പൊ നേരെ ഞങ്ങൾ ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് ഇവിടെ പള്ളിയോട് നിന്നുള്ള വ്യൂ നല്ല രസമുണ്ടല്ലേ? നമ്മളെ കാത്ത അവിടെ രണ്ടാളിരിക്കുന്നുണ്ട്. ആളോ സീസൺ അല്ലല്ലോ. ബട്ട് ഇപ്പൊ എന്താ ചൂടല്ലേ? വെയിലത്തേക്ക് മേലെ കയറണോ? ഇവിടെ വികസനം മറ്റേതിങ്ങനെ പോയി അച്ചടിച്ചു പോയിട്ടുണ്ടോ? മറ്റേ എപ്പം കിട്ടിയ ചോദിച്ചാൽ മതി. ഇപ്പോഴായതല്ലേ ദുബായിലും ക്യാമറ വന്നിട്ട് എഴുതി പോക്കാം. ആളൊന്നും ഇതല്ലേ. അല്ല, എക്സ്പീരിയൻസ് ഉള്ളവർ പറയുമ്പോ നമ്മളത് കേൾക്കണം കേട്ടോ. കൂടുതൽ കുട്ടികൾക്കാര് ഇതുള്ളല്ലേ? മുട്ടം വെയിലാണ്. ഇപ്പൊ കേറി കഴിഞ്ഞാൽ ചിലപ്പോ അടപ്പറിച്ചും. ഏത് ലൂഡോ കളിക്കട്ടെ ഇവിടെ? ഞങ്ങള് കഴിഞ്ഞ ഞായറാഴ്ച ലൂഡോ കളിച്ചാൽ വേണ്ടി ജബൽ ജയ്സ് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ ലൂഡോ കളിക്കാൻ പറ്റിയ ടേബിള്, സെറ്റ് ടേബിള്. അപ്പൊ ഞങ്ങൾ ഇതിനോട് ബൈ ബൈ പറഞ്ഞ് നേരെ തിരിച്ചു പോവുകയാണ്. വണ്ടിക്ക് പാർക്കിംഗ് ഫൈൻ ഇട്ടിരുന്നോ ചെക്കിയാണ്. നമ്മള് വിജയ നമ്മള് രാവിലെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ? ചിലപ്പോ കുളിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാതല്ലേ ഇവിടെ അത് നോക്കി ഫൈനില്ല. ഇവിടെ രാവിലെ ഫസ്റ്റ് നോക്കാന്ന് വെച്ചിട്ടാ വണ്ടിക്ക് ഒന്ന് പാർക്കിംഗ് ഫൈനോ എന്തിനെങ്കിലും ഫൈൻ അടിച്ചിക്കണോ, ഇതാ ഫസ്റ്റ് നോക്ക. അവസ്ഥ വളരെ പരിതാപകരമാണ്. അട്ടത്തുമ്മ കടിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. വെറുതെ അവിടെ പോയിട്ട് പൊള്ളി ചാവാൻ വെച്ച, അതുകൊണ്ട് ഞങ്ങള് അങ്ങോട്ട് കേറിയില്ല. ഓഫ് റോഡോ? എടത് 4x4 അല്ല. മതി റിസ്ക് എടുക്കണ്ട. ഇതൊക്കെ വരും കേട്ടോ. റിസോർട്ടൊക്കെ ഈ വഴി അങ്ങോട്ട് കയറാള്. ഇവിടെ ഫുള്ള് മറ്റേ വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. ആ സൈഡിന്റെ റോഡ് പോലെ ഉണ്ട്. മാറി ഇറക്കാവോ? ഫൈനലി നമുക്ക് മിസ്സായ ഡാം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഡാമിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് അവിടുത്തെ നെടുന്തൂണായിരുന്നു എന്നാ പറയണേ. എന്താണ് ഇന്നത്തെ ഫുട്ബോളുകളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ഫുട്ബോളുകളുടെ എക്സ്പീരിയൻസ് ഇന്നത്തെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ് അല്ലേ? അവൽ സാർ താഴത്ത് കുറച്ച് താറാവിനെ കണ്ട അതിനെങ്ങനെ ഫ്രൈ ആക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് അമനും
അതേപോലെ ബിജു. അല്ല ഞാൻ എങ്ങനെ തിന്നോ? ഞാനിതെങ്ങനെ കഴിക്കും? Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play. അതെ, നാച്ചുറലാണ്, ഫുൾ നാച്ചുറലാണ്. എടാ ഇവിടെ അനക്കുള്ള കുറച്ച് പൂക്കളുണ്ടോ? എന്താ അമലേ മോനെ നിക്കടാ. പൂമാനല്ലേ? ഇവിടെ ഭയങ്കര ഫോട്ടോഗ്രാഫിക്കുള്ള പോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ബിജു അവിടെ നിൽക്കുന്നുണ്ട്. ഫൈനലി നമ്മൾ അവിടുത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് എത്തിണ്ട്. അതുകൊണ്ട് അവിടെ വെള്ളത്തിൽ ഫോട്ടോ എടുക്കുന്നത്, വെള്ളത്തിൽ മിറർ സെൽഫി. അതെ, മിറർ സെൽഫി അടിക്കാണ് രണ്ടെണ്ണം കൂടെ അവിടെ നിന്നിട്ട്. വൈകുന്നേരത്തേക്കുള്ളതാണോ? ഇതിലേതിനെ പിടിക്കണേ? ഏതിനെ പിടിക്കണേ? ഫ്രൈ ചെയ്യുന്ന കാര്യം അമല്. ഓക്കെ, ഇങ്ങനായിട്ട് കഴിക്കണ കാര്യം ചോദിച്ചില്ലേ? ചവിട്ടിപ്പോ താഴത്തേക്ക് ഇട്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ വെള്ളത്തിൽ സൂം ചെയ്തിട്ടുള്ള സെൽഫി എടുക്കല്? വാട്ടർ സെൽഫി. വാട്ടർ സെൽഫി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കിട്ടില്ല. കിട്ടിയില്ല? കിട്ടി. അല്ല, ഇതിൽ ഏതിനെ നമ്മളൊന്ന് ഫ്രൈ ആക്കാൻ പോണേ? ഗൈസ്, ഇന്ത്യയൊക്കെ നീലക്കുയിലിന്റെ കൂടെ കമ്പയർ ചെയ്യുന്ന ഈ തെണ്ടി. ഇതിനെ എങ്ങനെ സൈസ് ആക്കാന്ന് ആലോചിച്ചേക്കാണ്. അല്ല ഞാന് എങ്ങനെ എങ്ങനെ ഒന്നുകൂടെ കാണിച്ചാ കുപ്പി തുറക്കാൻ പോലെ. ലുഡോ. അപ്പൊ നമ്മള് ലുഡോ കളിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അഞ്ചാക്ക് കളിക്കാൻ പറ്റുമോ? അഞ്ചാക്ക് കളിക്കാം. ആദ്യം പറയും ഊളക്കളി കളിച്ചാണ്ട് നിൽക്കരുത്. അതെ, എന്നോടാണ് ഡൈനോസ് അമര് ചായ മേടിച്ചേരാ പറഞ്ഞിട്ട് ലുഡോയില് തോറ്റിട്ട് ചായ മേടിച്ചു തന്നില്ല. ഓ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട്. അല്ല നീ ഇപ്പൊ ഒന്നും വേണ്ട, കാരണം ഡിന്നർ എന്റെ വക ഡിന്നർ ഉണ്ട്. ഇവിടെ ലുഡോ ഡാബും കണ്ട് ലുഡോ കളിച്ചോത്തിരിക്കും. ബാക്കിൽ നിന്നിട്ട് നടുവേനിക്കിണ്ട് പറഞ്ഞിട്ട് അമ്മന്റെ ഫ്രണ്ട് കയറിയിട്ടുണ്ട്. വയസ്സായില്ലേ വയസ്സായില്ലേ? അപ്പൊ അതെ, റൂട്ട് റാലൊക്കെ പടല്ലേ? പറടാ എന്നാ മലയാളം മാത്രം. റോട്ടിക്ക് തൊട്ട് എന്നിട്ട് പറയും
ആ എനിക്ക് മനസ്സിലായി. റൺവേ വാ അടക്ക് പിന്നെയും വാ. വാത്സല്യം ലായല്ലേ? ലാ വെച്ചിട്ട് പടണ്ടോ? ലവ് ഇല്ലേ പടം? ഇല്ല. ലോകനാഥൻ. യെസ്. ഇതില് നമ്മള് എത്ര കേട്ടാലും മടുക്കുമല്ലോ അല്ലേ? ഓക്കെ ബൈ. അപ്പൊ ശരി.